റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദീപ് ചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുകയും മൃതദേഹം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. നാളെ പുലർച്ചെ 3-ന് മൃതദേഹം ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് സന്ദീപിന്റെ സഹോദരൻ സംഗീതിനെ എംബസി അധികൃതർ അറിയിച്ചത്. എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതറും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുകയായിരുന്നു. ഡോണക്സിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു. സന്ദീപും മറ്റ് 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും നോർക്കയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സന്ദീപ് ചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും എംബസി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ആഴ്ചകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങുന്നത്. ജനം, തൃശൂർ.